الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു അധ്യയന വർഷം അവസാനിക്കുകയും മറ്റൊരു അധ്യയന വർഷത്തേക്കുള്ള തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യുന്ന പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ മക്കൾ പരീക്ഷാ തിരക്കിലാണ്. ഒരു ഭാഗത്ത് വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള വിത്തിറക്കൽ നടക്കുമ്പോൾ പരീക്ഷകളിലൂടെ, മറുഭാഗത്ത് വിളവെടുപ്പും സമൂഹത്തിന് ഉപകാരപ്രദമായ ആളുകൾ പഠിച്ചിറങ്ങുന്ന കാഴ്ചയുമെല്ലാം നമ്മൾ കാണുകയാണ്. നമ്മുടെ മക്കൾക്കെല്ലാം നല്ല വിജയം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളെന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിലാണ് ഖുർആൻ എണ്ണുന്നത്. അല്ലാഹു പറയുന്നുണ്ട്, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ. അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഇണകളെ സൃഷ്ടിച്ചു തന്നു. വജഅല ലക്കും മിൻ അസ്വാജിക്കും ബനീന വഹഫദ. നിങ്ങളുടെ ഇണകളിലൂടെ നിങ്ങൾക്ക് പുത്രന്മാരെയും പൗത്രന്മാരെയും എല്ലാം അല്ലാഹു നൽകുന്നു. വറസഖക്കും മിനത് ത്വയ്യിബാത്ത്. വിശിഷ്ടമായ ആഹാരം, ഇതെല്ലാം വലിയ അനുഗ്രഹമായി അല്ലാഹു തആല എണ്ണി പറയുകയാണ്. ചെറിയ കുട്ടികളെ കാണുമ്പോൾ എല്ലാവർക്കും അവരോട് ഇഷ്ടമാണ്. ആ നിഷ്കളങ്കമായ ചിരി, അവരുടെ ഇടപഴക്കം, ഇതൊക്കെ ഇഷ്ടപ്പെടാത്ത ആരുമില്ല. നാളത്തെ കുറിച്ച് ആലോചനയില്ലാത്ത, ആസന്നമായ ജീവിതം ആസ്വദിക്കുന്ന ചെറിയ മക്കൾ, അവരെ വേദനിപ്പിച്ചാൽ പോലും നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ, ഇനി അതല്ല മറ്റു രൂപത്തിലോ വേദനിപ്പിച്ചാൽ പോലും പകയോ വിദ്വേഷമോ ഒന്നും അവർക്കില്ല. ഒന്ന് സോപ്പിട്ടാൽ വീണ്ടും തിരിച്ച് ചിരിച്ച് നമ്മുടെ കൂടെയുണ്ടാകുന്ന മക്കൾ, ആ മക്കളുടെ വേദവാക്യം എന്ന് പറയുന്നത് മാതാപിതാക്കളാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ് ഓരോ മക്കളും ജനിക്കുന്നത്. പിന്നെ അവനെ ജൂത ചിന്താഗതിയിലേക്ക്, ക്രിസ്ത്യാനികളുടെ ആദർശത്തിലേക്ക്, വിഗ്രഹാരാധനയിലേക്ക്, അഗ്നി ആരാധനയിലേക്ക് ഒക്കെ കൊണ്ടുപോകുന്നത് മാതാപിതാക്കളാണ്.
ആ ഹദീസിൽ അവനെ മുസ്ലിമാക്കുന്നത് മുഅ്മിനാക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് വഴി തെറ്റിക്കുന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. വെറുതെ വിട്ടാൽ നന്നായിക്കോളും, ശുദ്ധമായ പ്രകൃതിയാണ്. എന്നാൽ ഈ പ്രകൃതമുള്ള മക്കളെ അല്ലാഹു തആല അനുഗ്രഹമായി നൽകിയെങ്കിൽ അതൊരു വലിയ പരീക്ഷ കൂടിയാണ് എന്ന് അല്ലാഹു പറയുന്നു ഖുർആനിൽ. ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, അത് ശക്തമായ പരീക്ഷണമാണ്. മക്കൾ വഴി സ്വർഗത്തിൽ പോകാൻ കഴിയും, മക്കൾ വഴി നരകത്തിലെത്താനും കഴിയും. അതുകൊണ്ട് തന്നെ സന്താന ലബ്ധിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലുപരി സൽക്കർമ്മികളായ നല്ല സന്താനങ്ങളെ ഉള്ളവരെ നന്നാക്കി തരാനുള്ള പ്രാർത്ഥന, ഇത് രണ്ടും ഖുർആൻ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിൽ റബ്ബി ഹബ്ലി മിൻ ലദുങ്ക ദുർരിയത്തൻ ത്വയ്യിബ, വെറും മക്കളെ തരണമെന്ന് പറഞ്ഞ് അവസാനിച്ചില്ല. ത്വയ്യിബ, നല്ല മക്കളായിരിക്കണം. ഇനി നല്ല മക്കളെ കിട്ടിയാലോ അതിനും അള്ളാഹുവിനോട് നന്ദി പറയുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമും ഒരുപാട് പ്രാർത്ഥിച്ചു മക്കളെ കിട്ടാൻ. അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്, വാർദ്ധക്യത്തിന് എനിക്ക് ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും തന്ന അള്ളാഹുവിന് സർവസ്തുതിയും. ഇന്ന റബ്ബീ ലസമീഉ ദുആ, ഇതിലൂടെ മനസ്സിലായി എന്റെ നാഥൻ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. എന്നിട്ട് അവിടെ അവസാനിപ്പിച്ചില്ല. അള്ളാഹുവിനോട് സന്താനത്തെ ചോദിച്ചിട്ട് സന്താനം നൽകിയ റബ്ബിനോട് വീണ്ടും പറയുകയാണ്, റബ്ബി ജഅൽനി മുഖീമസ്സലാ, എന്നെ നമസ്കാരം നിലനിർത്തുന്നവനാക്കണം. വമിൻ ദുർരിയത്തി, എന്റെ മക്കളിലും നമസ്കാര ശീലമുണ്ടാകണം. റബ്ബനാ വതഖബ്ബൽ ദുആ, ഈ പ്രാർത്ഥനയും നീ സ്വീകരിക്കണം നാഥ. അഥവാ മക്കളെ തരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ സ്വീകരിച്ച നാഥനോട് വീണ്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കൾ നമസ്കാരം നിലനിർത്തുന്നവരായി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന നീ സ്വീകരിക്കണേ എന്ന് പ്രത്യേകം ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ മക്കൾ നമുക്ക് സ്വർഗം കിട്ടാൻ നിമിത്തമായി തീരണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പലതും കരുതി വെക്കാറുണ്ട് മാതാപിതാക്കൾ. അങ്ങനെ മക്കൾക്ക് കരുതി വെക്കുന്നതിൽ ഏറ്റവും വലുത് ധാർമ്മികതയാണ്. അവർക്ക് ദീന് കൊടുക്കാൻ കഴിയുക എന്നതാണ്. അതാണ് മക്കൾക്ക് വേണ്ടി നമുക്ക് കരുതി വെക്കാനുള്ളത്. സാമ്പത്തിക ദാരിദ്ര്യത്തെക്കാളെല്ലാം അപകടം സാംസ്കാരിക ദാരിദ്ര്യമാണ്, ധാർമ്മിക ദാരിദ്ര്യമാണ്. നമ്മൾ എത്ര വലിയ വിദ്യാഭ്യാസം നൽകിയിട്ടും ധാർമ്മിക വിദ്യാഭ്യാസം നൽകുന്നില്ലെങ്കിൽ ആ മക്കള് മുഖേന കഷ്ടപ്പെട്ടു പോകും. അതെവിടെയല്ലെങ്കിൽ പരലോകത്ത് സംഭവിക്കും. നമ്മുടെ മക്കൾക്ക് തിരിച്ചറിവുണ്ടാകണം. തെറ്റും ശരിയും മനസ്സിലാക്കാനുള്ള, തെറ്റ് അംഗീകരിച്ച് ജീവിക്കുകയും തിന്മ തള്ളിക്കളയുകയും ചെയ്യുന്ന മാനസിക അവസ്ഥയുള്ളവരായി നമ്മൾ മക്കളെ വളർത്തണം. സാധാരണഗതിയിൽ ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ വിശദീകരിക്കാറുള്ളത് ഈ ഭൗതിക ജീവിതം വികസിപ്പിക്കുവാനുള്ള വിദ്യാഭ്യാസമായിട്ടാണ്. എന്നാൽ ആത്മീയ വിദ്യാഭ്യാസം, ധാർമ്മിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് നമ്മുടെ ലക്ഷ്യം, ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ളതാണ്. ഇത് രണ്ടും കൂടി സംയോജിപ്പിച്ചു പോയെങ്കിൽ മാത്രമേ ഉത്തരവാദിത്തവും വിനയവുമുള്ള പരലോകത്ത് ഉപകരിക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ പരിവർത്തനപ്പെടുകയുള്ളൂ. ഇന്ന് വെറും വാശിയുമാണ് വിദ്യാഭ്യാസ രംഗത്ത്. മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒന്നാമതെത്തേണ്ടത് ഞങ്ങളുടെ മക്കളായിരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി അതിനുവേണ്ടി മറ്റെല്ലാം ഒഴിവാക്കാൻ വരെ രക്ഷിതാക്കൾ സന്നദ്ധരാണ്. തുടർ പഠനം നടത്തുന്ന സ്ഥാപനങ്ങളിൽ നമസ്കരിക്കാനുള്ള സൗകര്യമില്ല, അടുത്തൊന്നും പള്ളിയില്ല. എന്നാൽ എന്ത് ചെയ്യണമെന്ന്
വിനീതനോട് തന്നെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ദീനൊരു വിഷയമേ അല്ല, പഠനം നടക്കണം, ജീവിതോപാധികൾ വികസിപ്പിക്കണം, സാങ്കേതിക വിദ്യകൾ വികസിക്കണം. എന്നാൽ ധാർമ്മികത അതൊന്നും ആവശ്യമില്ലാത്ത രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ ആലോചിക്കേണ്ടി വരിക. നമ്മുടെ സമുദായത്തിന് ധാർമ്മിക വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അംഗീകാരം പുറത്തുള്ള ആളുകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും. അതായത് പൊതുവെ നമ്മുടെ സമുദായത്തെ വിലയിരുത്തുന്ന സമയത്ത് നമ്മുടെ സാമൂഹിക സുരക്ഷ, ഭക്ഷ്യസുരക്ഷ, ഈ കഴിഞ്ഞ ഈദുൽ ഫിത്തർ കോടിക്കണക്കിന് രൂപയുടെ അരി ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായി, ഫിത്തർ സക്കാത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഒഴുകി. എന്തെല്ലാം ആഘോഷങ്ങൾ ഇവിടെ കഴിഞ്ഞു പോകുന്നുണ്ട്. മദ്യത്തിന്റെ ഒഴുക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് പുതുവത്സരാഘോഷമാണെങ്കിലും മറ്റ് മതാഘോഷങ്ങളാണെങ്കിലും അവിടെയൊക്കെ ഒഴുകുന്നത് മദ്യമാണെങ്കിൽ നമ്മുടെ ആഘോഷത്തിൽ അരിയാണ്, ധർമ്മമാണ്, അന്യനെ സുഖിപ്പിക്കലാണ്. നേരെ മറിച്ച് സ്വയം സുഖിക്കലല്ല. സ്വയം സുഖിക്കുക എന്ന ചിന്ത, എല്ലാം എനിക്കുണ്ടാകണമെന്ന ചിന്ത, അത് ഭൗതികതയിൽ നിന്നുണ്ടാകുന്നതാണെങ്കിൽ മറ്റുള്ളവരെ പരിഗണിക്കണമെന്ന ചിന്ത, സുഖിപ്പിക്കണമെന്ന ചിന്ത, അത് ധാർമ്മികതയിൽ നിന്നുണ്ടാകുന്നതാണ്. അതുകൊണ്ട് ആ ഭാഗത്തിന് മുൻഗണന നൽകാൻ അല്ലാഹു തആല നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ആത്മഹത്യാ നിരക്ക് പരിശോധിച്ചാൽ സമുദായത്തിനകത്ത് കുറവാണ് ആപേക്ഷികമായി. എന്തേ കാരണം? പരലോക ബോധമുണ്ട്. മരിച്ചു ചെന്നാൽ അള്ളാഹു അവിടെ ചോദ്യം ചെയ്യുമെന്ന വിശ്വാസമുണ്ട്. അതുകൊണ്ട് ആത്മഹത്യാ നിരക്ക് കുറയുന്നത്. വൃദ്ധസദനങ്ങൾ സന്ദർശിച്ചാൽ നോക്കാൻ ആളില്ലാതെ അവിടെ കൊണ്ടുപോയി തള്ളുന്ന മാതാപിതാക്കളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളായ ആളുകളുടെ കണക്ക് നോക്കിയാൽ വളരെ കുറവാണ്. കാരണം ധാർമ്മികതയാണ് വിഷയം. ധാർമ്മികത പഠിപ്പിക്കപ്പെടുന്നുണ്ട് എന്നതാണ്. ലൈംഗികമായ അച്ചടക്കം വിവാഹത്തിലൂടെ ഉണ്ടാകുന്നത് കൊണ്ട് ആ രംഗത്തും സമുദായത്തിൽ കൂടുതൽ സുരക്ഷിതത്വം ഉണ്ടാകുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ തന്നെ അടിമ ഉടമ സമ്പ്രദായം ജാഹിലിയ്യ കാലത്ത് പണ്ടെന്നോ ഉള്ളതാണെങ്കിൽ ഇന്നും അനൗദ്യോഗികമായി, നിയമവിരുദ്ധമായി 1 വർഷത്തേക്ക്, ഇനി അതല്ലെങ്കിൽ 2 വർഷത്തേക്ക് എന്ന് എഗ്രിമെന്റ് എഴുതി രഹസ്യമായി പെൺകുട്ടികളെ വിൽക്കുന്ന സമ്പ്രദായമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ രൂപത്തിലുള്ള അധപ്പതനങ്ങൾ മുഴുവനും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ധാർമ്മിക വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ്. ഇന്ന് ലോകം ഇസ്ലാമിനെതിരെ തിരിയാനുള്ള കാരണം എന്താണ്? പാശ്ചാത്യ രാജ്യങ്ങളുടെ വരുമാന മാർഗം എന്താ? അവര് കണ്ടുപിടിച്ച 4 വരുമാന മാർഗങ്ങൾ, അത് 4നും ഇസ്ലാമെതിരാണ്. അവരുടെ വിപണിയിൽ ഇസ്ലാമെതിരാണ്. 1 കുത്തഴിഞ്ഞ ലൈംഗികതയാണ്, സെക്സാണ്, അതിന് ഇസ്ലാമെതിരാണ്. 2 ലഹരിയാണ് വരുമാന മാർഗം, അതിന് ഇസ്ലാമെതിരാണ്. 3 പലിശയാണ് വരുമാന മാർഗം, അതിന് ഇസ്ലാമെതിരാണ്. ആയുധ കച്ചവടമാണ് 4ാമത്തേത്. ആളുകളെ കൊല്ലുന്ന, കൊന്നു തള്ളി സുഖിക്കുന്ന ആനുകാലിക അവസ്ഥയിൽ നമ്മൾ ആലോചിക്കണം എന്ത് ധാർമ്മികതയാണ് ഇവിടെയുള്ളത് എന്ന്. സർവകലാശാലകളിൽ വെച്ച് ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുത്ത ആളുകളല്ലേ മാരകായുധങ്ങൾ നിർമ്മിക്കുന്നത്. ആ ആയുധങ്ങൾ എവിടെ, എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനുഷ്യനെ പഠിപ്പിക്കാൻ ധാർമ്മികത ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇസ്ലാം ധാർമ്മിക ചിന്തയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതും കൊണ്ടുപോകുന്നതും ജനങ്ങൾക്ക് അത് നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ പ്രസംഗിക്കുന്ന സമയത്ത് മഹാന്മാരായ സഹാബത്തിനെ മുൻനിർത്തിയിട്ട് ജനങ്ങളുടെ ഐക്യം പറയുകയുണ്ടായി, സമത്വം പറയുകയുണ്ടായി. നമുക്കറിയാം, മക്കം ഫത്ഹായപ്പോ
ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ കഅബത്തിന്റെ മുകളിൽ കയറ്റിയിട്ട് വിജയ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് മുഴക്കി. അങ്ങനെ ബാങ്ക് മുഴക്കിയപ്പോൾ ഹാരിസ് ഖുറൈശി പ്രമുഖനാണ്, ഹാരിസ് ഇബ്നു ഹിഷാം, അദ്ദേഹം പറഞ്ഞു, അമാ വജദ മുഹമ്മദുൻ ഗൈറ ഹാദൽ ഖുറാബി മുഅദ്ദിനൻ, ഈ കറുത്ത കാക്കയെ അല്ലാതെ മുഹമ്മദിന് ഈ കഅബത്തിന്റെ മേലെ കയറ്റാൻ മറ്റൊരാളെ കിട്ടിയില്ലല്ലോ എന്ന് ഹാരിസ് ഇബ്നു ഹിഷാം പരാതി പറഞ്ഞ അഭിപ്രായം പറഞ്ഞത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം കഅബയുടെ നാലയലത്ത് പോലും ബിലാലിനെ അടുപ്പിക്കാറില്ലായിരുന്നു. ബിലാലിനെ പോലത്തവരെ, കറുത്ത ബിലാലിനെയും അതുപോലെ പേർഷ്യക്കാരനായ സൽമാനിനെയും ഖുറൈശിക്കാരനായ ഹംസയെയും മദീനക്കാരനായ മുആദിനെയും ഒന്നിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ധാർമ്മികതയുണ്ട്. ആ ധാർമ്മികതയാണ് മനുഷ്യൻ വ്യതിരക്തതയുണ്ടാകുന്നത് തഖ്വ കൊണ്ട് മാത്രമാണ് അവന്റെ മൂല്യനിർണയം നടത്തേണ്ടത് എന്ന ആദർശത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ധാർമ്മികതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അത് അന്ന് റസൂല് പറഞ്ഞു പോയി. ഇന്നും പുരോഗമനവാദികൾ പറയുന്നത് എന്താ? മനുഷ്യരുടെ സമത്വം പറയുന്ന പുരോഗമനവാദികൾ അവരുടെ ജാതിയിൽ നിന്നല്ലാതെ കല്യാണം കഴിക്കാത്ത അവസ്ഥ നമ്മുടെ കേരളത്തിലുണ്ട്. ജാതീയത എന്ന് പറയുന്നത് പ്രസംഗത്തിലേ ഉള്ളൂ. അതിനെതിരായുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ അവരുടെ തൂലികകളിലേ ഉള്ളൂ. ലൈഫിലില്ല, ജീവിതത്തിലില്ല. സ്വന്തം ഭൃത്യനെ കൊണ്ട് സ്വന്തം കുടുംബത്തിലുള്ള സ്ത്രീയെ വിവാഹം കഴിപ്പിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനുഷിക സമത്വം ഉണ്ടാക്കിയത് നമുക്ക് കാണാൻ കഴിയും. മനുഷ്യരെല്ലാം ഒന്നാണ്. ദേശം കൊണ്ടോ വർണ്ണം കൊണ്ടോ വേഷം കൊണ്ടോ ഒന്നും വ്യത്യാസമില്ല. മക്കം ഫത്ഹിന്റെ അന്ന് ഹാരിസ് ഇബ്നു ഹിഷാം ഈ അഭിപ്രായം പറഞ്ഞപ്പോൾ ഇറങ്ങിയ ഒരു ആയത്തുണ്ട്. ആ ആയത്ത് എന്താണ്? യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ. അല്ലാഹുവിന്റെ വിളിയ. ആ വിളിയിൽ യാ അയ്യുഹന്നാസ് എന്ന വിളിയിൽ ഏത് പ്രദേശത്ത് താമസിക്കുന്ന മനുഷ്യരെ, അതുപോലെ ഏത് ഭാഷ സംസാരിക്കുന്ന വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന മനുഷ്യരെ, വ്യത്യസ്ത വർണ്ണങ്ങളിൽ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെ, ആദം അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യരെ എന്ന ആശയമുണ്ട്. അല്ലാഹ് പറയുന്നു, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചു. വജഅൽനാകും ശുഊബൻ വ ഖബായില, നിങ്ങളെ പല ഗോത്രങ്ങളും കുടുംബങ്ങളുമാക്കി മാറ്റിയത് ലിതഅറഫു, അത് ആവശ്യമാണ്, നിങ്ങളുടെ അഡ്രസ് ആണ്, അതിനു വേണ്ടി മാത്രമാണ്. ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളുടെ കൂട്ടത്തിലുള്ള വ്യതിരക്തതയുടെ അളവുകോൽ, മഹത്വത്തിന്റെ അളവുകോൽ അത് തഖ്വയാണ്. അത്തഖ്വ ഹാഹുന, തഖ്വ ഇവിടെയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി തന്റെ മാറിടത്തിലേക്ക് ചൂണ്ടിയിട്ട് സഹാബത്തിനോട് പറയുന്ന രംഗം. നാളെ മഹ്ശറയിൽ അല്ലാഹു തആല ജനങ്ങൾക്കിടയിൽ നടത്തുന്ന ഒരു പ്രഖ്യാപനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതായത് അല്ലാഹു മലക്കുകളെ മുഖേന ജനങ്ങൾക്കിടയിൽ നടത്തുകയാണ് ഒരു പ്രഖ്യാപനം, ഒരു വിളംബരം. അല്ലാഹ് പറയും, ഓ മനുഷ്യരെ, ഇന്നി ജഅൽതു ലക്കും നസബ, ഞാൻ നിങ്ങൾക്കൊരു ബന്ധമുണ്ടാക്കി തന്നു. അല്ലാഹുവുമായുള്ള ഒരു ബന്ധം. നസബ് എന്ന് പറഞ്ഞ ബന്ധാണ്, രക്തബന്ധം മനുഷ്യർക്കിടയിലുള്ളത്. അല്ലാഹുവുമായി ഉള്ളത് ഭക്തിബന്ധം. രക്തബന്ധം മനുഷ്യർക്കിടയിൽ, ഭക്തിബന്ധം അല്ലാഹുവിനോടുള്ളത്. ഭക്തിബന്ധം കൊണ്ടാണ് ബഹുമാനം, അല്ലാതെ രക്തബന്ധം കൊണ്ടല്ല. രക്തബന്ധം എന്നത് മരണത്തോടുകൂടി അവസാനിക്കുന്നതാണ്. ഭാര്യ ഭർത്താക്കൾ പരസ്പരം ഓടുന്ന, മാതാപിതാക്കളും മക്കളും പരസ്പരം തിരിഞ്ഞോടുന്ന, സഹോദരങ്ങൾ പരസ്പരം തിരിഞ്ഞോടുന്ന, ഫല അൻസാബ ബൈനക്കും, ഇനി നിങ്ങൾക്കിടയിൽ തറവാട് ബന്ധമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന മഹ്ശറ, വ്യക്തിപരമായി ആളുകളെ വിചാരണ ചെയ്യുന്ന മഹ്ശറ, അത് രക്തബന്ധത്തിന്റെ തകർച്ചയാണ്. നേരെ മറിച്ച് ഭക്തിബന്ധം, അതാണ് അവിടെ നിലനിൽക്കുക. ഇന്നി ജഅൽതു ലക്കും നസബ, ഞാൻ നിങ്ങൾക്കൊരു ബന്ധമുണ്ടാക്കി തന്നു. എന്നാൽ
വജഅൽതു അക്റമകും അത്ഖാകും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ളവർ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ളവരാണ് എന്ന് ഞാൻ പ്രഖ്യാപിച്ചു. ഫഅബൈതും ഇല്ലാ അൻ തഖൂലു, നിങ്ങളത് സ്വീകരിച്ചില്ല, നിങ്ങളത് സ്വീകരിച്ചില്ല. നിങ്ങൾ പറഞ്ഞു ഫുലാൻ ഇബ്നു ഫുലാനിൻ ഖൈറും മിൻ ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നാലിന്നോന്റെ മോൻ ഇന്നാലിന്നോനേക്കാൾ നല്ലതാണ്. കുടുംബ മഹിമ അതാണ് നിങ്ങൾ കൊണ്ടു നടന്നത്. എന്നാൽ ഫൽയൗമ അല്ലാഹു നസബക്കും, നിങ്ങൾ ഉണ്ടാക്കിയ ആ രക്തബന്ധത്തിന്റെ തറവാട് മഹിമ ഞാനിതാ ഇവിടെ തകർത്തെറിയുകയാണ്. വഅർഫഉ നസബി, ഞാൻ ഉണ്ടാക്കിയ എന്റെ നസബുണ്ടല്ലോ, തഖ്വ കൊണ്ടുള്ള ബന്ധം, ഞാനുമായുള്ള ബന്ധം, അതിനെ ഞാൻ ഉയർത്തിപ്പിടിക്കുന്നു. ഐനൽ മുത്തഖൂൻ, എവിടെ മുത്തഖീങ്ങൾ എന്ന് അല്ലാഹു ചോദിക്കും മഹ്ശറയിൽ. എനിക്ക് അവരെയാ വേണ്ടത് നിങ്ങളുടെ കൂട്ടത്തിൽ. നമ്മളൊരു കബർ കുഴിച്ച്, 2 കബർ കുഴിച്ചു, ഒന്നിലൊരു കുലീനനെ മറവ് ചെയ്തു, ആ നാട്ടിലുള്ള പ്രമുഖനെ. അടുത്ത കബറിൽ ഒരു പാവപ്പെട്ടവനെയും മറവ് ചെയ്തു. പരിഗണിക്കപ്പെടാത്ത പാർശ്വവൽക്കരിക്കപ്പെട്ട കുടുംബത്തിലെ ഒരു അംഗത്തെ മറവ് ചെയ്തു. എന്താ വ്യത്യാസം? നല്ല കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. ചോദ്യം ചോദിക്കുന്ന മലക്ക് മടങ്ങിപ്പോവോ? ഇല്ല. ആ കാരണത്താൽ സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കോ? ഇല്ല. തഖ്വ മാത്രമാണ് പരിഗണിക്കപ്പെടുന്നത്. മരണത്തോടുകൂടി ഇല്ലാതാകുന്ന വ്യതിരക്തതകളാണ് പർവ്വതീകരിച്ചു കൊണ്ട് നടക്കുന്നത്. അവിടെയാണ് റമളാനിലൂടെ തഖ്വ ഉണ്ടാക്കുക. ആ തഖ്വ ഇവിടെയാണ് കുടികൊള്ളുന്നത്. തഖ്വ കൊണ്ട് മാത്രമേ രക്ഷപ്പെടൂ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവും അതുപോലെ തിരുസുന്നത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകേണ്ടതും ആ തഖ്വ തന്നെയാണ്, ധാർമ്മികതയാണ്. ആ ധാർമ്മികതയിലൂടെ മുന്നേറണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അളീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്ന വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് ഈ തഖ്വ? തഖ്വക്ക് 3 അവിഭാജ്യ ഘടകങ്ങൾ സാധാരണഗതിയിൽ മുഹദ്ദിസുകൾ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന് അയ്യുതാഅ വലാ യുഅ്സ, അല്ലാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുക, അല്ലാഹുവിനോട് അവൻ വിലക്കിയ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഉള്ള ഒരു ബന്ധം. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത് അയ്യുദ്കറ വലാ യുൻസ, അള്ളാഹനെ ഓർമ്മ ഉണ്ടാകുക, അള്ളാഹനെ മറന്നു പോകാതിരിക്കുക. ഒരിക്കലും അള്ളാഹുവിനെ മറന്നു പോകാതിരിക്കുക. നമ്മളോട് വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും അള്ളാഹനെ ഒരു ഓർമ്മ, മറന്നു പോകാതിരിക്കുക. മൂന്നാമത് അയ്യുഷ്കറ വലാ യുക്ഫർ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്, അതിനൊക്കെ നന്ദി ചെയ്യാം, നന്ദി കേട് ചെയ്യാതിരിക്കുക. അപ്പൊ പറഞ്ഞതുപോലെ ജീവിക്കുക, വിരോധിച്ചത് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ അള്ളാഹനെ ഓർമ്മ ഉണ്ടാകുക, മറന്നു പോകാതിരിക്കുക, നന്ദി ചെയ്യുക, നന്ദി കേട് ചെയ്യാതിരിക്കുക. അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുമ്പോൾ, കൽപ്പന അനുസരിച്ച് ജീവിക്കുമ്പോൾ മുഖത്ത് ഒരു ധാർമ്മികതയുടെ പ്രകാശമുണ്ടാകും. നമ്മളതിന് പറയും ഈമാനിന്റെ വെളിച്ചം. പറയാറില്ല, ഒരു നല്ല വെളിച്ചം അതുണ്ടാകും. മനസ്സിന് സമാധാനം ഉണ്ടാകും. അതുപോലെ റിസ്ഖില് വിശാലത ഉണ്ടാകും. അള്ളാഹുവിന്റെ പ്രത്യേക സഹായം ഉണ്ടാകും. ഈ ദുനിയാവിലൊന്നും ഒരു പ്രയാസമായിട്ട് തോന്നൂല, സന്തോഷകരമായിട്ടങ്ങ് പോകും. എന്ത് പ്രതിസന്ധി വന്നാലും തരണം ചെയ്യാൻ കഴിയും.
ഇത് ദുനിയാവാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും. കുറ്റകൃത്യങ്ങളിൽ മുഴുകി ജീവിക്കുകയാണെങ്കിൽ അതിന്റെ പാർശ്വഫലങ്ങൾ, ഹൃദയത്തിൽ കറുത്ത പാട്, അത് മുഖത്ത് തെളിയും. ഒരു കാര്യത്തിലും ഒരു ഉറച്ച നിലപാടെടുക്കാനോ തീരുമാനമെടുക്കാനോ കഴിയാതെ പകച്ചു നിന്ന് പോകുന്ന, പതറിപ്പോകുന്ന മാനസികാവസ്ഥയും ഒരസമാധാനം നിറഞ്ഞ ചുറ്റുപാടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ പാടെ ഒഴിവാക്കുക. ചെറിയ തെറ്റല്ലേ എന്ന് വിചാരിക്കരുത്. ആരോടാ ചെയ്യുന്നത് എന്നാണ് ആലോചിക്കേണ്ടത്. ഇതൊന്നും അത്ര വലിയ തെറ്റല്ല എന്ന് തോന്നിപ്പോകാറുണ്ട് പലപ്പോഴും പലർക്കും. അതല്ല വേണ്ടത്. അത് നിഫാഖിന്റെ ലക്ഷണമാണ്. മുനാഫിക്കിന്റെ ലക്ഷണം പറയുമ്പോൾ വലിയ തെറ്റ് ചെയ്താലും മൂക്കി വീഴ്ച പോയതുപോലെയാണ്, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നേരെ മറിച്ച് യഥാർത്ഥ മുഅ്മിൻ, തഖ്വയുള്ള മുത്തഖിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ അപാകത സംഭവിച്ചു പോയാലും വലിയ ബേജാറാണ്. അള്ളാഹ്നോടല്ലേ ഈ ചെയ്തത് എന്ന ഓർമ്മയാണ്. അതിങ്ങനെ വളർന്നു വരണം. അല്ലാതെ ഒരു പുറമ്പോക്കായി കുറെ കാര്യങ്ങളും കർമ്മങ്ങളും ചെയ്തിട്ടങ്ങ് ജീവിച്ചു പോയി ഞാനും രക്ഷപ്പെടുമെന്ന ഒരു സമാധാനത്തോടു കൂടി അങ്ങ് ജീവിച്ചു പോകുന്നതിലുപരി ഒരു നല്ല പരിവർത്തനം, നോമ്പ് കൊണ്ട് നമ്മൾ അതൊക്കെയല്ലേ ആർജിച്ചത്, അതാണ് വേണ്ടത്. അതുപോലെ തന്നെ അള്ളാഹുവിന് ഓർമ്മ ഉണ്ടാകുക. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, മനസ്സിന് സമാധാനം ഉണ്ടാകുക അള്ളാഹിനെ ഓർമ്മിച്ചാലാണ്. അള്ളാഹുവിനെ നമ്മൾ സ്വന്തം ഓർമ്മിച്ചാൽ, എടുത്തലിരുന്ന് അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്താ ഇപ്പൊ അള്ളാഹിനെ കുറിച്ച് ആലോചിക്കാനുള്ളത്? അവൻ ഉണ്ടാക്കി വെച്ച ഈ പ്രകൃതിയിലുള്ള വസ്തുക്കൾ കണ്ടാൽ തന്നെ അള്ളാഹിനെ കുറിച്ച് ആലോചിക്കാൻ എമ്പാടുമില്ലേ, ചിന്തിക്കാനില്ലേ? അവൻ ഉണ്ടാക്കിയ ഭൂമിയും ആകാശവും അവന്റെ സൃഷ്ടിജാലങ്ങളും ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നാൽ അള്ളാഹു നമ്മെ കുറിച്ച് ആലോചിക്കും. അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മളൊരു സദസ്സിൽ പറഞ്ഞാൽ, ഒരു വലിയ സദസ്സിൽ അള്ളാഹു നമ്മെ സംബന്ധിച്ച് പറയും. നമ്മ പറയുന്നത് ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ ഭരണാധികാരി, ഒരു നാടിന്റെ ഭരണാധികാരി അല്ല, അള്ളാഹുവാണ്. അതിന് നിമിത്തമാകുന്നത് നമ്മൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയലാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന് നന്ദി ചെയ്യുക. അള്ളാഹുവിന് നന്ദി ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ അനുഗ്രഹം കാണുന്ന സമയത്തും, നമ്മൾ തിരിച്ചിപ്പോ വീട്ടിലേക്ക് പോവാണ്, നമ്മുടെ വീട് കാണുമ്പോ അൽഹംദുലില്ലാഹ്, നമ്മുടെ വാഹനം കാണുമ്പോൾ അള്ളാഹു നമുക്ക് വാഹനം നൽകി, അൽഹംദുലില്ലാഹ്, അനായാസമായി ശ്വസിക്കാൻ കഴിയുന്നു, അൽഹംദുലില്ലാഹ്, ഒരുപാട് അനുഗ്രഹങ്ങൾ ഇങ്ങനെ ആസ്വദിപ്പിക്കുകയാണ്, ഭക്ഷണം കഴിക്കുന്നു, അൽഹംദുലില്ലാഹ്. അങ്ങനെ അൽഹംദുലില്ലയിലൂടെയുള്ള ഒരു ജീവിതം, എപ്പോഴും മനസ്സുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുന്ന ഒരു ജീവിതം. പരാതിയില്ല, ആരോടും പരാതി പറച്ചിലില്ല. ചില ആളുകളുണ്ടെങ്ങനെ എപ്പോഴും പരാതിയാണ്, അവരുടെ ജീവിതത്തിൽ പരാതികളെ ഉണ്ടാകും. എന്താണ് നമുക്ക് പരാതിപ്പെടാനുള്ളത്? നമ്മുടെ കണ്ണിന്റെ കാഴ്ച എത്ര വർഷമായി നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ആരെങ്കിലും ബാറ്ററി മാറ്റിയോ? അതല്ലെങ്കിൽ അതുപോലെ എത്ര തവണയാണ് നമ്മുടെ ബൾബ് മാറ്റാറുള്ളത്? എന്തൊരു അത്ഭുതമാണ് നമ്മുടെ കാഴ്ച, എന്തൊരു അത്ഭുതമാണ് നമ്മുടെ കേൾവി, നമ്മുടെ പാർസുകള്, നമ്മുടെ കാൽമുട്ട്, കൈമുട്ട്, ശരീരത്തിനുള്ള എല്ലുകൾ, അവയുടെ പ്രവർത്തനങ്ങൾ, മജ്ജ, എന്തെല്ലാമാണ് നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരുന്നാൽ ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ ചെയ്യാണോ കൂടുതൽ തരാം. അള്ളാഹ് പറയാണ്, നന്ദി കാണിക്കണം അള്ളാഹുവിനോട്. തഖ്വയാണ്. അകന്നു പോകരുത് അള്ളാഹുവുമായി. എപ്പോഴും നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ ഇബാദത്തുകളിലൂടെ, നമ്മുടെ മനസ്സ്, നമ്മുടെ നാവ് എല്ലാം അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പ്രവർത്തിപ്പിച്ചു കൊണ്ടേയിരിക്കുക. അതാണ് തഖ്വ. ഒരൊഴുക്കം മട്ടിൽ അങ്ങ് ജീവിച്ചു പോകലല്ല. നമ്മൾ പരിവർത്തനപ്പെട്ടുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ നമ്മൾ എത്രയാണോ അള്ളാഹുവിലേക്ക് അടുക്കുന്നത് അത്രയും അള്ളാഹുവിനെ നമ്മെ ഇഷ്ടമായിരിക്കും. അള്ളാഹു കൂടുതലായി തരും. അങ്ങനെ അള്ളാഹു നൽകുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹുവെ, വളരെ ആഴത്തിൽ നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിച്ച്
നിനക്ക് ശുക്ർ ചെയ്യാൻ, നിന്നെ ഹംദ് ചെയ്യാൻ, നിന്നിലേക്ക് അടുക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നന്ദിയുള്ളവരുടെ കൂട്ടത്തിലായി ഞങ്ങളെ അംഗീകരിക്കണേ റഹ്മാനെ. തഖ്വ കരസ്ഥമാക്കിയ മുത്തഖീങ്ങളായി ഞങ്ങളെ പരിവർത്തനപ്പെടുത്തണേ റഹ്മാനെ. നീ വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ മാത്രമുള്ള തഖ്വ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. തഖ്വ കൊണ്ട് അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ ദാസന്മാരായി സ്വീകരിക്കണേ റഹ്മാനെ. എല്ലാവിധ പ്രയാസങ്ങളും തീർത്തു തരണേ റഹ്മാനെ. നീ നൽകിയതിന് നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. പക്ഷിമേശയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന യുദ്ധഭീതിയിൽ നിന്ന് ഞങ്ങളെയും കുടുംബാംഗങ്ങളെയും മുസ്ലിമീങ്ങളെയും എല്ലാം രക്ഷപ്പെടുത്തണേ റഹ്മാനെ. യുദ്ധമില്ലാത്ത സമാധാനപരമായ ഒരു അന്തരീക്ഷം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. യുദ്ധക്കൊതിയന്മാരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കടങ്ങളെല്ലാം വീട്ടി തരണേ അല്ലാഹ്. രോഗങ്ങളെല്ലാം ശിഫയാക്കി തരണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയ മക്കൾക്ക് നല്ല ഇണകളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മരണപ്പെട്ടു പോയ പലരുമുണ്ട്, അവരുടെ ഖബറിടം സ്വർഗമാക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.